അവർക്ക് കണ്ണുകടി തോന്നും വിധം ദൈവം നിനക്ക് തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു ബ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 14-15 വാക്യങ്ങൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിൻ്റേത് വാങ്ങി പോയിക്കൊള്ളുക, നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്, എനിക്ക് ഉള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ? എൻ്റെ ദൈവം നല്ലവനാകൊണ്ട് നിൻ്റെ ശത്രുക്കളുടെ, ഇപ്പോൾ അവർ ശത്രുക്കളല്ല, വരും ദിവസങ്ങളിൽ ശത്രുക്കളാകും, അവരുടെ കണ്ണ് കടിക്കുവാൻ പോകുന്നു. അയ്യോ പാസ്റ്റർ, എല്ലാവർക്കും എന്നോട് അസൂയയാണ്, എല്ലാവരും അസൂയോടെ എന്നെ നോക്കുന്നു, എല്ലാവർക്കും കണ്ണ് കടിയാണ് ഇല്ലേ? പരാതിയല്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. എപ്പോഴാണ് അവർക്ക് അസൂയ തോന്നുന്നേ? എപ്പോഴാണ് അവരുടെ കണ്ണ് കടിക്കുന്നേ? ചിലത് നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് അല്ലേ? എന്തൊക്കെയോ ചിലതുണ്ട്. പരാതി പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി, അവർക്ക് അസൂയ തോന്നുന്ന എന്തൊക്കെയോ. നിങ്ങൾക്കൊരു പക്ഷേ വലിയ വില കാണത്തില്ല സിസ്റ്ററെ, നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നിനക്ക് വലിയത് കാണത്തില്ല, പക്ഷേ അവർക്ക് അസൂയയുണ്ട്. അസൂയ തോന്നും വിധത്തിൽ നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ മക്കൾ, നിനക്ക് വലിയ വിലയൊന്നും കാണത്തില്ല, പക്ഷേ അവർക്ക് അസൂയയുണ്ട്. എന്ന് വെച്ചാൽ അസൂയപ്പെടും വിധത്തിൽ നിൻ്റെ മക്കൾ, പലർക്കും അസൂയ തോന്നുന്നത് അവർക്ക് അസൂയപ്പെടും വിധത്തിൽ ചിലത് നിൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതിനേക്കാളുപരി എപ്പോഴാണ് അസൂയ തോന്നുന്നത്? നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ പാരമ്പര്യമായി സമ്പന്നനായ അല്ലെങ്കിൽ സമ്പന്നനായിരിക്കുവാൻ അർഹരെന്ന് നമ്മൾ കരുതുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? നല്ല നിലയിൽ ജീവിക്കുവാനും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ മക്കളെ എത്തേണ്ട സ്ഥാനങ്ങളിലൊക്കെ ഹൈറ്റ്സിലൊക്കെ എത്തിക്കുവാൻ കഴിവുള്ളവരും നമ്മൾ കരുതുന്നവരുണ്ട്. അവരിതൊന്നും ചെയ്താൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഈ അസൂയൊക്കെ നമ്മൾ ചില്ലറക്കാരല്ലല്ലോ, തോന്നുമോ? ഇല്ല. പിന്നെ ഒരു സാധ്യതയും നമ്മൾ കൽപ്പിക്കാത്ത അവനൊക്കെ രക്ഷപ്പെടുമോ? എവിടെ ഇങ്ങനെയൊക്കെ കാണും. അങ്ങനെയുള്ളവൻ രക്ഷപ്പെട്ട കണ്ണുകടി തോന്നത്തില്ലേ? അസൂയ തോന്നത്തില്ലേ? നിങ്ങളെക്കുറിച്ചും അതാ കർത്താവ് പറയുക. പലർക്കും അസൂയ തോന്നാൻ പോയിട്ട് ഒന്നും പറയാൻ പോലും നിങ്ങളൊന്നുമല്ല, പക്ഷേ അവർക്ക് അസൂയ തോന്നും വിധത്തിൽ, കണ്ണുകടി തോന്നും വിധത്തിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ ചിലത് ചെയ്ത് നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. എൻ്റെ ദൈവം നല്ലവനെന്ന്. താങ്ക് യു ലോർഡ്. ബ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ച സമയം ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, വലിയ കുടുംബത്തിലെ, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. റെയിൽവേ ലൈനിനോടടുത്താണ് പുള്ളി താമസിക്കുന്നത്. തൻ്റെ സഹോദരങ്ങളുണ്ട്, തൻ്റെ അമ്മയുടെ സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ കാലം ഇവരിങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞാണ് ഈ ഷെയറൊക്കെ തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ വിളിച്ച സഹോദരൻ, ഈ ഉള്ളതിൽ ഒരു കാശിനും കൊള്ളാത്തവൻ പുള്ളിയാണ്. നല്ല വിദ്യാഭ്യാസമില്ല, നല്ല കഴിവൊന്നുമില്ല. മറ്റവരെല്ലാം നല്ല കഴിവുള്ള, ആൾബലമുള്ള, സ്വാധീനമുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം ഈ റെയിൽവേ ലൈനിൽ നിന്ന് മാറി ഉള്ള നല്ല നല്ല സ്ഥലങ്ങളെല്ലാം അവരെല്ലാം, എന്തിനും ഇവൻ്റെ സഹോദരന്മാർ പോലും ഏറ്റവും നല്ല സ്ഥലങ്ങളെല്ലാം എടുത്തു, റെയിൽവേ ലൈനിൽ നിന്ന് മാറി. അപ്പോൾ അവസാനം ഈ പുള്ളിക്ക് കിട്ടിയത് ഈ റെയിൽവേ ലൈനിനോട് ചേർന്ന് ഇങ്ങനെ നീളത്തിൽ അവിടെ ഒരു ചെറിയ വീട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നി. കാരണം ഈ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് ആ ചെറിയ വീടെടുത്ത് കുലുങ്ങും, അകത്തിരിക്കുന്ന പാത്രമൊക്കെ കുലുങ്ങുന്ന സൗണ്ട്. അപ്പോൾ നല്ല വീടൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു പാവം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും. മറ്റുള്ളവർ റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി. ഇവർക്ക് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല. പക്ഷേ മക്കൾ വളരാൻ തുടങ്ങിയപ്പോൾ സങ്കടം വരാൻ തുടങ്ങി. അവരൊക്കെ നല്ല വീടുകളിൽ ജീവിക്കുന്നു, ഒരു വീട് വയ്ക്കണമെങ്കിൽ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ സങ്കടപ്പെട്ട് ഏകദേശം ഒരു 3 വർഷത്തിലധികം ബ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസവും പ്രാർത്ഥനയായിട്ട്, നല്ല ഭക്തരായ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയായിട്ട് അങ്ങനെ ആയിരിക്കുന്നു. ആ സമയത്താണ് റെയിൽവേ ലൈൻ വീതി കൂട്ടുന്ന ഒരിതുണ്ടാകുന്നത്. കേൾക്കണം, ഏകദേശം വിപണി മൂല്യത്തിൻ്റെ 3 മടങ്ങ് വിലയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഇദ്ദേഹത്തിൻ്റെ വസ്തു അല്ലാതെ കൊടുത്താൽ ആരും വാങ്ങത്തില്ല, വീടൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ വസ്തുവിന് വിപണി മൂല്യത്തിൻ്റെ 4 മടങ്ങ്, ഉപയോഗമുള്ള വസ്തുവിന് കിട്ടുന്ന വിലയുടെ 4 മടങ്ങ് ആ കുടുംബത്തിൽ, ആ ചുറ്റുപാടുമുള്ള ഇവരുടെ കുടുംബത്തിൽ ഒറ്റ റെയിൽവേ ലൈൻ വന്നപ്പോൾ ഏറ്റവും സമ്പന്നനായി ഈ മനുഷ്യൻ മാറി. ഒരൊറ്റ
സംഭവം മതി എൻ്റെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തെ മാറ്റാൻ. നിന്നെക്കാൾ മുൻപേ ആയിപ്പോയവർ, മുൻപന്മാരെന്ന് പറയുന്നവർ, ഞങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണെന്ന് പറയുന്നവർ കേൾക്ക് ബ്രദർ, അവിടെ ആ രാജ്യത്ത് നിൻ്റെ തലവര മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഒരൊറ്റ ദിവസം മതി. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. സഹോദരി, ഒരൊറ്റ തീരുമാനം മതി നിൻ്റെ കുടുംബജീവിതം മാറുവാൻ. നിൻ്റെ ഭവനത്തിൻ്റെ നീ ഇന്ന് അനുഭവിക്കുന്ന, നീ ഇന്ന് കരയുന്ന ആ കണ്ണുനീരണിഞ്ഞ അനുഭവങ്ങൾക്ക് അറുതി വരുവാൻ ദൈവത്തിൻ്റെ ഒരൊറ്റ തീരുമാനം മതി. ഓ യെസ്, ആമേൻ. നോക്കൂ, നമ്മുടെ പ്രാർത്ഥനകളിലൊന്നും റെയിൽവേ ഭൂമി ഏറ്റെടുക്കണമെന്നും അതൊന്നുമില്ല. നമുക്ക് ആ മേഖലയിൽ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന നിനക്കോ ഒപ്പമുള്ളവർക്കോ ചിന്തിക്കുവാൻ കഴിയാത്തതിനപ്പുറം എന്നെ കേൾക്കുന്ന പ്രിയ സിസ്റ്ററെ, നിൻ്റെ മകളുടെ ജീവിതത്തിൽ, നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യും. സ്തോത്രം. തീരുമാനം അങ്ങ് കേന്ദ്രത്തിൽ നിന്ന്. ഓ, നിൻ്റെ തലമുറകൾക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്ന് തീരുമാനങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചിന്തകൾക്കപ്പുറമായെന്നല്ല, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തത്, ചിന്തിക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. ആമേൻ. നോക്കൂ, ഇവിടെ ഒരു ഉപമയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ്. സ്വർഗരാജ്യം മുന്തിരിത്തോട്ടത്തിലേക്ക് ആളെ വിളിക്കുവാൻ പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. അങ്ങനെയാണ് കർത്താവ് അവിടെ പറയുന്നത്. അപ്പം പുള്ളി പോയി പുള്ളിയുടെ തോട്ടത്തിൽ രാവിലെ എത്തി നിന്ന ജോലിക്കാരെയൊക്കെ പറഞ്ഞേൽപ്പിച്ചു, ഇന്ന പണിയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് പുള്ളി റോഡിലോട്ട് പോവുകയാണ്. റോഡിൽ പോകുമ്പം കുറച്ച് പേര് ജോലി സമയം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീട്ടിലോട്ട് പോകാതെ. അപ്പോൾ അവരെയും വിളിച്ച് ജോലിക്കായിട്ട് അയച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറേ കൂടെ സമയം കഴിഞ്ഞു. ഒരു 6 മണി നേരമൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും കുറേ ആൾക്കാർ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ പകുതി സമയം കഴിഞ്ഞു, ജോലിക്ക് കയറാനുള്ള പകുതി സമയം കഴിഞ്ഞിട്ട് ചിലരൊക്കെ വീട്ടിൽ പോകാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. വീട്ടിൽ പോകാൻ പറ്റത്തില്ല, അതായിരിക്കും സിറ്റുവേഷൻ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അവരെയും പുള്ളി വിളിച്ച് നേരെ തോട്ടത്തിലാക്കി. അത് കഴിഞ്ഞ് പിന്നെയും 9 മണി നേരത്ത് വീണ്ടും ആൾക്കാർ റോഡിൽ നിൽപ്പുണ്ട്, തിരികെ പോകാൻ പറ്റാതെ. ഇപ്പോൾ ജോലിയില്ലാതെ ജോലി അന്വേഷിച്ചിറങ്ങിയിട്ട്, ബ്രദർ നിന്നെക്കുറിച്ചാണ്, നീ തിരികെ പോകാൻ പറ്റാത്ത കണ്ടീഷനിലായതുകൊണ്ട് നിൽക്കുക. കേൾക്ക്, നീ മടങ്ങിപ്പോകുവാൻ, വെറും കൈയോടെ മടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഇല്ലാത്തവനായി, പരാജയപ്പെട്ടവനായി, കടക്കാരനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ മാതാവി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അവൾ വെറും കൈയോടെ മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിന് കാത്തിരിക്കുന്നവർ അങ്ങനെ ഇരിക്കത്തേയുള്ളൂ. ചിലർക്ക് അസൂയ തോന്നും വിധത്തിൽ, ചിലരുടെ കണ്ണ് കടിക്കും വിധത്തിൽ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ പോകുന്നു. ഷബാറി ധലമാ ജഗനെ, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ശുശ്രൂഷക കേൾക്ക്. തീർന്നില്ല. 11 മണി നേരത്തും രാവിലെ ജോലിക്ക് പോയി എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്താം. ഞാൻ അങ്ങനെ കരുതുന്നത്. ഈ 11 മണി നേരത്തെ വെയിറ്റ് ചെയ്യുന്ന 12 മണിയാകുമ്പോൾ പണി തീരും. തിരികെ പോകുമ്പോൾ ജോലി ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. ചിലരൊക്കെ ഇപ്പോഴും ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അല്ലെങ്കിൽ കടക്കാർ കൈവയ്ക്കും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ലായ്മയിൽ പലതും ഉണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലർ നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ഇല്ലാത്തവരായി നിങ്ങൾ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. മുൻപന്മാർ പിൻപന്മാരാകും വിധത്തിൽ ദൈവപ്രവൃത്തി ആ 11 മണി നേരക്കാർ അനുഭവിച്ചു എങ്കിൽ അതേ പിന്നാക്കമായി പോയ, മുന്നേറുവാൻ കഴിയാതെ, ജയിച്ചു മുന്നേറുവാൻ കഴിയാതെ, ആമേൻ, മത്സരിച്ച് തോൽപ്പിക്കുവാൻ കഴിയാതെ പിൻപിലായിപ്പോയ, നേരത്തെ ഇറങ്ങി പിൻപിലായിപ്പോയ നിന്നെ മുൻപനാക്കുവാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. റെഡിയാണോ? സ്തോത്രം. നീയാ ആദ്യം തുടങ്ങിയത്, നീയാ ആദ്യം വീട് പണി തുടങ്ങിയത്. ബാക്കിയുള്ളവരുടെ വീടൊക്കെ പണി പൂർത്തിയായി. നിൻ്റെ വീടിൻ്റെ പണി പകുതി വഴി നിൽക്കുക. കർത്താവ് പണി പൂർത്തിയാക്കുവാൻ വഴി തുറക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. നിൻ്റെ മക്കൾ ആദ്യം പഠിച്ചു തുടങ്ങിയ, പക്ഷേ ഇപ്പോഴും അവർ പാതി വഴിയിൽ നിൽക്കുക. കർത്താവ് വഴി തുറക്കുക. താങ്ക് യു. അവരുടെ വിദ്യാഭ്യാസത്തിന് പൂർത്തീകരണം ഉണ്ടാകുകയാണ്. നീ പ്ലാൻ ചെയ്തത്, ബിസിനസ് പ്ലാൻ ചെയ്തത്, പക്ഷേ നിൻ്റെ പ്ലാനിങ്ങിൽ ഇപ്പോഴേ ഉള്ളൂ. കർത്താവ് അതിന് പൂർത്തീകരണം ഉണ്ടാക്കുവാൻ പോകുക. മുൻപന്മാർ ലജ്ജിക്കും വിധത്തിൽ എൻ്റെ ദൈവം, അവർക്ക് കണ്ണുകടി തോന്നും വിധത്തിൽ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ പോകുന്നു. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ, ഒപ്പം ഉപവസിക്കുവാൻ? കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പിന്നിലായി പോയ നിങ്ങൾക്ക് മുൻപോട്ട് വരുവാനും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ പ്രാപിക്കുവാനുമുള്ള അവസരം ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുന്ന പക്ഷം.
അതുപോലെ ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു പോവാ, വിടുതലോടെ കടന്നു പോകാൻ. അപ്പോൾ കണ്ണടച്ച വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഒരുപാട് പിന്നിലായിപ്പോയി അപ്പോൾ ഒന്നും നല്ലത് പറയുവാൻ കയ്യിലില്ല. യെസ്, സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. നല്ല ജോലി നൽകി മാനിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. കോടതി നടപടികൾ നേരിടുന്ന ചിലരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശപ്പാ, നടപടിക്രമങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഭവനങ്ങളുടെ പണികൾ നേരത്തെ തുടങ്ങി താമസിച്ചും പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. മനോഹരമായ പൂർത്തീകരണങ്ങൾ ഉണ്ടാകട്ടെ. അഡ്വാൻസ് കൊടുത്ത് വസ്തു വാങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. അഡ്വാൻസ് വാങ്ങി വിൽപ്പന നടക്കാതെ നിരാശപ്പെടുന്നവർ വിൽപ്പനകൾ നടക്കട്ടെ. ബാധ്യതകൾ തീരട്ടെ. ബാങ്ക് നടപടികളിൽ നിന്ന് പുറത്തു വരട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. സ്തോത്രം. ഉപരിപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. അമേൻ. സ്വർഗം പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അതെ, അവർക്ക് കണ്ണുകടി ഉണ്ടാകും വിധത്തിൽ പ്രാപിക്കാം. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു. കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.